ട്രംപ് ഒതുങ്ങി തുടങ്ങി. ട്രംപിന്റെ അഹങ്കാരം ഇല്ലാതായി തുടങ്ങി. ട്രംപ് ഓരോരുത്തരായിട്ട് കാല് പിടിക്കാൻ തുടങ്ങി. വെളിവ് വന്നു തുടങ്ങി എന്ന് പറയണം. അന്തം വിട്ട ട്രംപിന്റെ അന്തം തിരിച്ചു വന്നു. അതെ 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 അതെ. ഏതായാലും ഈ പോസ്റ്റിന്റെ അകത്ത് അങ്ങനെ പറയുന്നത് ചൈനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിനോട് സംസാരിച്ചു. ട്രേഡ്, മിലിറ്ററി, ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കുന്നു. തായ്വാൻ, വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ അതിനെപ്പറ്റി സംസാരിച്ചു. കറണ്ട് സിറ്റുവേഷൻ വിത്ത് ഇറാൻ, പർച്ചേസ് ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ബൈ ചൈന ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് ചൈന ഇനി അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കും. ട്രംപ് പറഞ്ഞേക്കാണ്, ഇന്ന് ഈ പോസ്റ്റിൽ പറഞ്ഞേക്കുന്നതാണ്. പോരാ, തീർന്നില്ല. കൺസിഡറേഷൻ ബൈ ചൈന ഓഫ് ദ പർച്ചേസ് ഓഫ് അഡീഷണൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇൻക്ലൂഡിംഗ് ലിഫ്റ്റിംഗ് ദ സോയാബീൻ കൗണ്ട് ടു 1 million tons. ചൈനയായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ സോയാബീന്റെ പർച്ചേസർ, മേടിച്ചുകൊണ്ടിരുന്നത്. ചൈന ആ പരിപാടി താരിഫ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ചൈന അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി. സോയാബീൻ കൃഷിക്കാര് ട്രംപിന്റെ എന്താ പറയാ എല്ലാവർക്കും വിളിച്ചു. അപ്പൊ ഈ താതസ്മരണ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ട്രംപിന് ഇച്ചിരി ഒന്ന് വെളിവ് വീണെന്ന് തോന്നുന്നു. മാത്രമല്ല കാശും വീഴുന്നില്ല പെട്ടിക്കകത്ത്. പുള്ളി ഉദ്ദേശിച്ച പോലെ ഈ ട്രംപ് താരിഫൊക്കെ അടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടിക്കകത്ത് കാശ് വീഴണം എന്നൊരു ഉദ്ദേശവും കൂടെ അങ്ങേർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ച അമേരിക്കയിലോട്ട് എല്ലാവരും വന്ന് സാധനം വിൽക്കുന്നുണ്ടല്ലോ, എന്നാൽ അവരെ താരിഫ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാശ് വീഴും എന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ അതനുസരിച്ച് കാശ് വീഴുന്നില്ല, തീർന്നില്ല. അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കൂടുന്നു. ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വിലക്കയറ്റമാണല്ലോ. ട്രംപിന്റെ താരിഫാണ് വിലക്കയറ്റത്തിനുള്ള കാരണം എന്നുള്ള അന്നേ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, അങ്ങനൊരു ഇൻഫ്ലേഷൻ വരുന്നു, അതിൻ്റെ പ്രശ്നങ്ങൾ, എക്കണോമി ഇഷ്യൂ. ഇപ്പോൾ പതിയെ ട്രംപ് താഴോട്ട് വന്നു തുടങ്ങി. അന്നേരത്തിന് 50% നിന്ന് 18% ആവും. പക്ഷേ ഇതിനകത്ത് ചൈനയ്ക്കുള്ള ടാരിഫിന്റെ കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. ഏതായാലും സോയാബീൻ 20 million ton ഈ സീസണിൽ മേടിക്കും. ഈ സീസണിൽ 20 million ton, അടുത്ത സീസണിൽ 25 million ton. പിന്നെ എയർപ്ലെയിൻ എൻജിൻ ഡെലിവറി, അങ്ങനെ ന്യൂമറസ് അതർ സബ്ജക്ട്സ്, ഓൾ വെരി പോസിറ്റീവ്. പിന്നെ ട്രംപും ഷിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങൾ വളരെ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഐ ബിലീവ് ദർ വിൽ ബി വെരി മെനി പോസിറ്റീവ് റിസൾട്ട്സ് അച്ചീവ്ഡ് ഓവർ ദ നെക്സ്റ്റ് 3 years ഓഫ് മൈ പ്രസിഡൻസി ഹാവിങ് ടു ഡു വിത്ത് പ്രസിഡന്റ് ഷീ. അല്ല, ചൈനയായിരുന്നല്ലോ വലിയ ശത്രു എന്ന് ട്രംപും അമേരിക്കക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഇന്ത്യ കുത്തിത്തിരിച്ച് ഇളക്കുകയും ചെയ്തായിരുന്നു. നിങ്ങൾ പോയി ചൈനയായിട്ട് അടിയുണ്ടാക്കും, ഞങ്ങൾ കാണാൻ വരാം. അല്ല, അങ്ങനെയാണല്ലോ. എന്താ പറയുക, ഭൂഗോളത്തിന്റെ അങ്ങ് പകുതിക്ക് കിടക്കുന്ന അമേരിക്ക പിന്നെ കാണാനല്ലാണ്ട് പിന്നെ എന്തിനു വരും എന്നാ പറയണത്. നിങ്ങൾ പോയി ചൈനയായിട്ട് അടിയുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ സൂക്കേട്. നമ്മൾ ആ കുഴി വീണില്ല. അത് കഴിഞ്ഞിട്ട് ആണ് എന്താ പറയുക, ഇവര് ചൈനയെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മളെ എന്താ പറയുക പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് നമ്മളെ എന്താ പറയുക ഏകദേശം ഒരു ശത്രുതാ മനോഭാവത്തോടെയൊക്കെ കണ്ടുവന്നപ്പോഴാണല്ലോ ഈ താരിഫൊക്കെ അടിച്ചു വന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി ചൈനയുമായിട്ട് സംസാരിച്ച് നമ്മുടെ SCO മീറ്റിങ്ങിൻ്റെ അതൊക്കെ ഭയങ്കര ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം ഇന്ത്യയും ചൈനയുമായിട്ട് ഉടലെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഈ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള ബാക്കി ഒരു സ്ത്രീയൊക്കെ വിളിച്ചു പോയി പറഞ്ഞ് ഞങ്ങൾ വളരെ വിഷമിച്ചാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തല്ലിച്ചു നിർത്തിയിരുന്നതെന്നാണ്. അതാണ് ഈ ട്രംപ് ഒറ്റ അടിക്ക് പോയി ഇല്ലാതാക്കിയെന്ന് വളരെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയുകയാണ്. ഈ പറഞ്ഞ പോലെ നീലക്കുറുക്കൻ നിലാവ് കണ്ടുമ്പോൾ കൂവി പോകുന്ന പോലെ അന്ന് ഓപ്പണായിട്ട് അവർ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഈ എന്താ പറയുക, ഞങ്ങൾ വിഷമിച്ചായിരുന്നു ചൈനയും ഇന്ത്യയും കൂടെ തല്ലിച്ച് നിർത്തിയിരുന്നത് എന്നുള്ളത്. അതെ, അത്ര പാടുപെട്ടാണ് ഒരു തർക്കത്തിൽ നിർത്തിയിരുന്നത്, സംഘർഷത്തിൽ നിർത്തിയിരുന്നത് എന്നുള്ളത്. ഈ 1962 ഇന്ത്യയുടെയും ചൈനയുടെയും കൂടെ യുദ്ധത്തിന്റെ അകത്ത് അമേരിക്കയുടെ ഒരു ചെറിയ പങ്കുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് അങ്ങോട്ടൊന്നും നമുക്ക് പോകണ്ട. എന്തായാലും ശരി, ട്രംപ് എന്താ പറയുക, മോദിജി വിളിച്ച പോലെ റെസ്പെക്റ്റഡ് ലീഡർ എന്നും ഓണർ ടു സ്പീക്ക് ടു ഹിം എന്നൊന്നും അത്രയ്ക്കൊന്നും ബഹുമാനം എന്നില്ല. ബഹുമാനം പൊടിക്കരിച്ച് കുറവായിരുന്നു. എന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ആ ബഹുമാനത്തിനൊക്കെ മോദിജി തിരിച്ച് വലിയ ബഹുമാനമൊന്നും കൊടുത്തുമില്ല. അത് കേട്ടു, ലോക സമാധാനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുമായിട്ട് മോദിജിയുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ പറഞ്ഞു, അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യ ഇനി മുതൽ 0% താരിഫ് എന്നൊക്കെ ആയിരിക്കും പറയുന്നതെന്ന്. അതിൻ്റെ മറുപടി പീയൂഷ് ഗോയൽജി പറഞ്ഞിട്ടുണ്ട്, റെസിപ്രോസിറ്റി.
അതായത് ഇങ്ങോട്ടെങ്ങനെയാണോ തിരിച്ചും അങ്ങനെയാണ് എന്നുള്ളതായിരുന്നു ട്രംപ് താരിഫ് അടിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറഞ്ഞത്. ട്രംപ് ഇപ്പോഴും 18% താരിഫാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 0% ആക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് അതിൻ്റെ അകത്ത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ അതെ, അത് മാത്രമല്ല പീയൂഷ് ഗോയൽ പറഞ്ഞു ഇന്ത്യക്ക് അഭിമാനിക്കത്തക്ക ഒരു ഡീൽ തന്നെയായിരിക്കും ഇതെന്നുള്ളത് പീയൂഷ് ഗോയൽ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു കാരണവശാലും ഇന്ത്യക്കാർക്ക് മോശം ആയിട്ട് വരുന്ന ഒരു കാര്യവും ഡീലിലുണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇന്നലെ വിശദീകരിച്ചത്.